Hi dears, welcome back to Variety Recipes. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാറാണ് സാധാരണ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ സ്നാക്സും അതുപോലെ തന്നെ മീലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടീ ബൈറ്റാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ കൈകളിൽ പൊടികളും അതുപോലെ റവ, മൈദ, അതുപോലെ ഗോതമ്പ് പൊടി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്നാക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് എല്ലാവരുടെ കൈകളിലും ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന ചോറുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ചോറില്ലാത്തൊരു വീട് ഉണ്ടാവില്ല അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഏകദേശം 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കുഴക്കുക. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. നന്നായിട്ട് തിരുമ്മി കുഴക്കുക. അപ്പോൾ ചോറും ഈ തേങ്ങയും കൂടി നന്നായിട്ട് മിക്സപ്പ് ആകും. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഇതൊന്ന് കറക്കിയെടുത്താൽ നമുക്ക് ഇത് പെട്ടെന്നൊരു മിക്സപ്പായി കിട്ടും. പക്ഷേ അപ്പം നമുക്ക് ജോലി കൂടും. മിക്സിയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. അത് ബുദ്ധിമുട്ടാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചോപ്പ് ചെയ്തത് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതെല്ലാം ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. പിന്നെ എരിവിനുള്ള പച്ചമുളക് ഞാൻ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയിലയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. പുതിന ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും ഇതിലേക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുതിന ഇല മാത്രമായിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കളറ് കിട്ടാനും പിന്നെ കുറച്ച് എരിവും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുന്ന ആ ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ വലിയ ജീരകമോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞിതിലേക്ക് ചേർക്കുക. അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കുക. നമുക്കിതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് പരത്തി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും തിക്നെസ് ഉണ്ടായിരിക്കണം ഈ ബാറ്ററിന്. കൂടുതൽ നനഞ്ഞും പോകരുത്, കൂടുതൽ ഡ്രൈയും ആകരുത്. എന്നിട്ട് ഇതുപോലെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തണം. കട്ടി കുറച്ച് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിനകത്ത് വെച്ചിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നമ്മളുടെ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നടുക്ക് നന്നായിട്ട് പരന്നിരിക്കണം കേട്ടോ. കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. ഞാനതെല്ലാം എടുത്ത് ഉരുട്ടിയിട്ട് നന്നായിട്ട് പരത്തി ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ല വെട്ടിത്തിളക്കണ എണ്ണയിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോന്നും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡും നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള റൈസ് വട നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ കിട്ടും. പിന്നെ ഇത് ഇട്ടതിന് ശേഷം വീണ്ടും നല്ല ചൂടിൽ നമ്മൾ ഫ്രൈ ചെയ്താൽ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പീര ചേർത്തിട്ടുണ്ട്, റൈസും. അത് രണ്ടും എണ്ണയിൽ പൊട്ടി തെറിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുക്കുമ്പോൾ എണ്ണയിൽ കിടന്ന് പൊട്ടില്ല, അതുപോലെ ഈ തേങ്ങയും ഇതിനകത്ത് കിടന്ന് തേങ്ങാപ്പീരയും പൊട്ടും. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതൽ പൊട്ടിത്തെറിക്കില്ല. ഞാനിത് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുത്തത്.
വടയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും നല്ല ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത്, നല്ല ചൂടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് മസാലയൊക്കെ ഇതിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. റൈസ് വട റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അതുപോലെ റവയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളുടെ കയ്യിൽ ചോറ് ഉണ്ടാകാതിരിക്കില്ലല്ലോ അല്ലേ. കണ്ടതുപോലെ നമുക്കപ്പോൾ ചോറും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പീര ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് തേങ്ങാപ്പീരൊക്കെ പകരം ഒരു ചെറിയ പൊട്ടേറ്റോ പുഴുങ്ങി ഇതിനകത്തോട്ട് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ഈവനിങ് സ്നാക്ക്, അതായത് ടീ ബൈറ്റ് എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്